മുഅ്തത്ത് യുദ്ധത്തിനെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. വീണുകിടക്കുന്ന ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ സഹാബത്ത് ഉറ്റുനോക്കി. അടുത്തതായി അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പതാകയെടുത്തു. മഹാനവറുകൾ പറഞ്ഞു, ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ 80-ലധികം മുറിവുകളുണ്ടായിരുന്നു. യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും രക്തസാക്ഷിത്വം എന്ന മധുരം നുകർന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി. ആരാണ് അടുത്തതായി പതാക വഹിക്കുക? മുസ്ലിമാകുന്നതിന് മുമ്പ് ഖുറൈശികളെ മുന്നിൽ നിന്ന് നയിച്ച തനിക്കിതാ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മുന്നിട്ടിറങ്ങാൻ ഒരവസരം വന്നിരിക്കുന്നു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിലേക്ക് എല്ലാവരുടെയും ദൃഷ്ടികൾ പതിഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹു നേതൃത്വം ഏറ്റെടുത്തു. യുദ്ധത്തിൻ്റെയും സൈന്യത്തിൻ്റെയും രീതി ഒന്നാകെ മാറ്റിമറിച്ചു. സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി പലരും പറഞ്ഞു, 100,000-ലധികം വരുന്ന റോമാക്കാർ സർവായുധ വിഭൂഷിതരാണ്, നാം എങ്ങനെ അവരോട് പടപൊരുതും? അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരമായ മറുപടി, ഇൻ കുന്നാ നുഖാതിലു ബിൽ കസ്റതി വൽ ഖുവ്വതി ഫഹും അക്സറു മിന്നാ വഅഖ്വ അലൈനാ. നമ്മൾ ആളുകളുടെ എണ്ണം കൊണ്ടും ആയുധബലം കൊണ്ടുമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവർ നമ്മളെക്കാൾ മുമ്പിലാണ്, നാം അവരുടെ മേൽ വിജയം നേടുകയില്ല. എന്നാൽ ഇൻ കുന്നാ നുഖാതിലു ബില്ലാഹി വലില്ലാഹി ഫഇന്ന ജമാഅതഹും വലൗ കാനൂ ജമീഅൽ അർളി മാ തുഗ്നി അൻഹും ഷൈആ. നമ്മൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിനും അവൻ്റെ ദീനിനും വേണ്ടിയാണെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളും നമുക്കെതിരിൽ ശത്രുക്കളായി അണിനിരന്നാൽ പോലും നമുക്ക് വിജയം സുനിശ്ചിതമാണ്. ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മൂർച്ചയേറിയ ഈ വാക്കുകൾ സഹാബത്തെ കിറാമിൻ്റെ ഈമാനിനെയും ദൃഢനിശ്ചയത്തെയും വർദ്ധിപ്പിച്ചു. പതറാത്ത പോരാട്ട വീര്യവുമായി പടക്കളത്തിലേക്ക് ഇറങ്ങിയ സഹാബത്തെ കിറാമിൻ്റെ മുമ്പിൽ പകച്ചുപോയ റോമൻ സൈന്യം പിന്തിരിഞ്ഞോടുകയാണുണ്ടായത്.